അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ഇപ്പോൾ വളരെയേറെ പ്രാർത്ഥനയിലാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിലെ മുണ്ടക്കയ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ പ്രദേശം അപ്പാടെ ഒലിച്ചു പോവുകയാണ്. അതും അതിൻ്റെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ മണ്ണിനടിയിലായിരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോട് ദുആ ചെയ്യുക. നമുക്കിതൊക്കെ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരുള്ളത്, നമുക്കവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും വല്ലാത്ത ഒരു ഭയവിഹ്വലതയുടെ അവസ്ഥയാണ് അവിടെയുള്ളത്. ഏതായാലും എപ്പോഴും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യമെന്നാലും നമ്മളെ ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ഏതായാലും ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ വിഷയമെന്നപ്പോൾ കൂടെ നിന്ന് എല്ലാവർക്കും അഭിനന്ദനാർഹമാണ്. കാരണം അപ്പോഴേ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവർ, അതുപോലെ ഗവൺമെൻറ്റുകൾ, മറ്റുള്ള ആളുകൾ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാവികസേന, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർ, അവരൊക്കെ വല്ലാതെ ഇതിനു വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ വയനാടിന് മത്സരിച്ച് MP ആയിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പാർലമെൻറ്റിൽ വളരെയേറെ ആവേശത്തോടെ, വളരെയേറെ കണ്ണുനീരോട്, ദുഃഖത്തോടുകൂടി തന്നെ ചേർത്ത് പിടിച്ച വയനാടിനെ, തന്നെ കൈവിടാത്ത വയനാടിനെ, ഒന്നാമതും രണ്ടാമതും ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചു വിട്ട വയനാടിനെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വികാരത്തോടുകൂടി, വല്ലാത്ത ദുഃഖത്തോടുകൂടി ആ പാർലമെൻറ്റിൽ ഉച്ചത്തോടെ പറഞ്ഞ ആ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാകണം ഒരു നേതാവ്. ആ വീഡിയോ ഒന്ന് നമ്മളൊന്ന് കണ്ടു നോക്കൂ. So early this morning, Wayanad was hit by several devastating landslides. More than 70 people have been killed. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to the scale of the tragedy. I have spoken to the Honourable Defence Minister and the Chief Minister of Kerala. I request the Union Government to extend all possible support for rescue and medical care, immediate release of the compensation to deceased people, if that compensation can be increased as well, restore vital transport and communication lines, set up relief at the earliest, and prepare a roadmap for the rehabilitation of the affected families. Okay. Even as I speak, the threat of landslides looms over many areas in Wayanad and the Western Ghats. Our country has witnessed an alarming rise in the landslides in the last few years. There is an urgent need for mapping of landslide-prone areas and to take up mitigation measures and an action plan to address the growing frequency of natural calamities in the ecologically fragile region. So early this morning, Wayanad was hit by several devastating landslides. More than 70 people have been killed. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to the scale of the tragedy. I have spoken to the Honourable Defence. ഏതായാലും രാഹുൽ ഗാന്ധി എന്നത് നമ്മുടെ പ്രതീക്ഷയുടെ നേതാവാണ്. ഏതായാലും വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ ഓടി ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ സൈനികരടക്കം ഇത്രയും പെട്ടെന്ന് എല്ലാം പടച്ചവനെ നല്ല രീതിയിൽ തെളിഞ്ഞ് നല്ല ഒരു അന്തരീക്ഷം അല്ലാഹു തആല നമുക്കൊക്കെ ഒരുക്കിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു ചെറിയ മെസ്സേജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ഉരുൾപൊട്ടലിൽ ഒരുപാട് വീടുകൾ തകരുകയും ഒരുപാട് പേര് കിടപ്പിൽ കിടന്ന് തന്നെ ഒലിച്ചുപോയവരാണ്. അപ്പോൾ പല രീതിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം കണ്ടെടുക്കുന്നത്. പലരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നത് പല രീതിയിലാണ്. ചിലപ്പം വിവസ്ത്രരായിട്ടായിരിക്കും, ചിലപ്പം മറ്റുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. ഏതായാലും ചിലപ്പോൾ ശരീരങ്ങളൊക്കെ ഭിന്നമായിട്ട്, എന്തിനേറെ
തലയും കാലുമൊക്കെ ഉടലൊക്കെ മാറിക്കിടക്കുന്ന വല്ലാത്തൊരവസ്ഥയുള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ കാണുന്നത്. ഒരിക്കലും നിങ്ങളത് ഷെയർ ചെയ്യരുത് പ്രിയപ്പെട്ടവർ. ഒരു അഭ്യർത്ഥനയാണ്, ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. കാരണം അത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. 1, 2 അവരുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ കാത്തിരിക്കുകയാണ് തിരിച്ചെത്തുമോ എന്ന്. ആ സമയത്ത് ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇങ്ങനെ കാണുന്ന രംഗം അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും നിങ്ങളിൽ കിട്ടുന്ന ഒരാളുടെയും മൃതശരീരങ്ങൾ, ഒരാളുടെയും ജനാസ ബോഡി നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യരുത്. അല്ലാഹു തആല മരണസംഖ്യത്തെ കുറയ്ക്കട്ടെ. ഇനിയും ഒരുപാട് പേര് രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരുടെ അടുക്കലേക്ക് നല്ല രീതിയിൽ ഈ ദൗത്യസംഘം കടന്നു ചെല്ലാനും ഇന്നത്തെ കാലാവസ്ഥ അല്ലാഹു തആല എല്ലാം അനുകൂലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക അവർക്ക് വേണ്ടി. നമുക്ക് ഇനി ചെയ്യാനുള്ള ദുആ മാത്രമാണ്. പിന്നെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖലാ ആണ്, പടച്ചവൻ്റെ വിധിയാണ്. നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ കഴിയുള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് പടച്ചവന് ഇതിനേക്കാളും വലിയ സങ്കടം, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ പോയവരുണ്ട്. ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്ക് മാത്രം ജീവിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം മണ്ണിനടിയിലായി പോയവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒറ്റപ്പെടലിൻ്റെയും കണ്ണുനീരിൻ്റെയും വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. റബ്ബേ, നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റബ്ബേ, നീ തുണയാകണേ റബ്ബേ. അള്ളാഹുവെ, നീ രക്ഷപ്പെടുത്തണേ അല്ല. ഇതുപോലുള്ള പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.